നമ്മളെ കംഫർട്ട് സോൺ എന്തായാലും നമ്മളെ ഫാമിലി തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെയുള്ള ഒരു ഫാമിലി ഗ്യാതറിങ് കണ്ടാലോ? ഇവരൊന്നും എപ്പോഴും നമ്മളെ കൂടെ ഇല്ലെങ്കിലും എപ്പോഴെങ്കിലും കിട്ടുന്ന സമയം ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇതുപോലത്തെ ഫാമിലി ഗ്യാതറിങ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് നമ്മളെ കുടുംബത്തിൽ. ഇതിന്റെ മെയിൻ ക്രെഡിറ്റ് എൻ്റെ ഹസ്ബൻഡിന്റെ അനിയൻ. കുടുംബാംഗങ്ങളുമായി സംസാരിക്കാനും തമാശ പറയാനും കളിക്കാനും ചിരിക്കാനുമുള്ള ഒരു ദിവസം. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ വീട്ടിലത്തെ കുഞ്ഞു കുഞ്ഞു മക്കളെ പാട്ടും പിന്നെ ഓരോ ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചെറിയ പ്രൈസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള ഫാമിലി ഗ്യാതറിങ് എല്ലാവരും നടത്തണം എന്നാണ്. കാരണം ഇപ്പോഴത്തെ ബിസി ലൈഫിൽ ആർക്കും തമ്മിൽ കാണാനും വിശേഷങ്ങൾ അറിയാനൊന്നും സമയം കിട്ടാറില്ല. ഇത് നമ്മളെ ഉമ്മാൻ്റെ മക്കളും അവരെ മക്കളും മാത്രം അടങ്ങിയ ഒരു ചെറിയ ഗ്യാതറിങ്. ഉമ്മാൻ്റെ തറവാട്ട് പേര് താഴത്ത് നിന്നാണ്. ഈ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ അതിനുശേഷം നമ്മൾ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് പോയി. ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. മോമോസ് ഉണ്ടായിരുന്നു, പിന്നെ നാൻ ഉണ്ടായിരുന്നു, ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, പൊറോട്ട, 3 തരം കറികൾ ഉണ്ടായിരുന്നു, സാലഡ്സ് ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു, നല്ല ഡിന്നർ. എന്നോട് തുടക്കത്തിൽ വിട്ടുപോയതാ പറയാൻ, നമ്മൾ മഗ്രിബ് നിസ്കരിച്ച് കഴിഞ്ഞ പാടായിരുന്നു ഈ ഫംഗ്ഷൻ തുടങ്ങിയത്. ഇതൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ വയറും മനസ്സും ഒക്കെ നിറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് മധുരവും കൂടി ഉണ്ടായിരുന്നു, പക്ഷെ എന്നോട് മറന്നുപോയി, അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എൻ്റെ ഈ കുഞ്ഞ് ഗ്യാതറിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. ലൈഫ് സ്റ്റൈൽ ഹെവൻ ബൈ സെറീന. ബൈ.